ഹായ് ഓൾ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കൺസെപ്റ്റാണ് യുണിക്സ് കൺകറൻസി ആൻഡ് ഇറ്റ്സ് മാനേജ്മെൻറ്റ്. നമ്മുടെ യുണിക്സ് സിസ്റ്റം എടുക്കുമ്പോൾ അതിനകത്ത് കൺകറൻസി മെക്കാനിസംസ് കൊണ്ടുവരുമ്പോൾ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവുന്നുണ്ട്, എങ്ങനെ അതൊക്കെ മാനേജ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം യുണിക്സ് സിസ്റ്റത്തിനകത്ത് ഇന്നത്തെ കാലത്ത്, അതായത് പ്രത്യേകിച്ച് മോഡേൺ യുണിക്സ് സിസ്റ്റം ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് കൺകറൻസ് മെക്കാനിസംസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ പലപ്പോഴും ഇത്തരം കൺകറൻസി കൊണ്ടുവരുമ്പോൾ പല റേസ് കണ്ടീഷൻ ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. അതായത് മൾട്ടിപ്പിൾ പ്രോസസ്സുകൾ ഒരേ ടൈമിൽ റൺ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഷെയർഡ് മെമ്മറിൻ്റെ കേസൊക്കെ വരുമ്പോൾ, ഇപ്പോൾ SMP സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ, ഷെയർഡ് മെമ്മറി പ്രോസസ്സിംഗ് സിസ്റ്റമാണ്. സോ അത്തരം സിസ്റ്റമൊക്കെ ആകുമ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം മെമ്മറി പോയിട്ട് എടുത്ത ഡാറ്റ നെക്സ്റ്റ് ടൈമിൽ ആ ഡാറ്റേനല്ലേ ആ ഒരു പ്രോസസ്സിനെ ആക്സസ് ചെയ്യേണ്ടി വരിക. അതിലത് അപ്പോഴേക്കത് റീപ്ലേസ് ചെയ്ത് പോവുക, അല്ലെങ്കിൽ വേറൊരാളത് എഡിറ്റ് ചെയ്ത് വേറെ രീതിയിലേക്കാവുക. അങ്ങനത്തെ ഇഷ്യൂസൊക്കെ പലപ്പോഴും ഈ കൺകറൻസി മെക്കാനിസം കൊണ്ടുവരുമ്പോൾ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അതൊക്കെ സോൾവ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എങ്ങനെ അത് സോൾവ് ചെയ്യാം, അതായത് നമ്മൾ എക്സ്റ്റേണലി എക്സ്പ്ലിസിറ്റ് ആയിട്ടൊക്കെ പലപ്പോഴും പല സൊല്യൂഷനും കാണേണ്ടി വരും. ലോക്കിങ്, മ്യൂച്വൽ എക്സ്ക്ലൂഷനൊക്കെ പലതും കൊണ്ടുവന്നിട്ട് സോ അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രോ പോലെ പറഞ്ഞതാണ്. നോക്കാം. ഇൻ എ മോഡേൺ യൂണിക്സ് സിസ്റ്റം ദർ ആർ ന്യൂമറസ് സോഴ്സ് ഓഫ് കൺകറൻസി ആൻഡ് ദെർഫോർ പോസിബിൾ റേസ് കണ്ടീഷൻസ്. ഇന്നത്തെ നമ്മുടെ യൂണിക്സ് സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കൺകറൻസിൻ്റെ ഒരുപാട് പോസിബിലിറ്റീസ് നമുക്കുണ്ട്. കൺകറൻസി മെക്കാനിസം ഈസി ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ പലപ്പോഴും റേസ് കണ്ടീഷൻ ഇഷ്യൂസ് വരും. ഇപ്പോൾ ബിൽറ്റിനായിട്ട് നമ്മൾ കൺകറൻസ് കൊണ്ടുവരുമ്പോൾ അതിനകത്ത് റേസ് കണ്ടീഷൻ ഇഷ്യൂസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സ് ഒരുമിച്ച് ചെയ്യുമ്പോൾ, അതായത് മൾട്ടിപ്പിൾ പ്രോസസ്സുകൾ ഒരുമിച്ച് റൺ ചെയ്യുന്ന സമയത്ത് പലരും പല കോമ്പിനേഷൻ ഓഫ് വേസിലായിരിക്കും. ദേ ക്യാൻ ആക്സസ് യുവർ കോഡ് ഇൻ സർപ്രൈസിങ് കോമ്പിനേഷൻ ഓഫ് വേസ്. പല കോമ്പിനേഷൻ ഓഫ് വേസിൽ എന്ത് ചെയ്യും, അവർ കോഡ് അല്ലെങ്കിൽ ഡാറ്റ ആക്സസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അത് എങ്ങനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ അത് കാരണമാണ് ഈ റേസ് കണ്ടീഷൻ ഇഷ്യൂസ് ഒക്കെ വരുന്നത്. പിന്നെ SMP സിസ്റ്റം ക്യാൻ എക്സിക്യൂട്ട് യുവർ കോഡ് സിമിൾട്ടേനിയസ്ലി ഓൺ ഡിഫറെൻറ്റ് പ്രോസസ്സ്. അതേപോലെ തന്നെ SMP സിസ്റ്റം, ഷെയർഡ് മെമ്മറി പ്രോസസ്സിംഗ് സിസ്റ്റംസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സിമിൾട്ടേനിയസ് ആയിട്ട് പല പ്രോസസ്സേഴ്സിനും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്സിക്യൂഷനൊക്കെ നടത്തുന്നുണ്ട്. അവിടെയും ഇതേ പ്രശ്നങ്ങൾ വരും യുണിക്സിൻ്റെ കേസ് വരുമ്പോൾ. കേർണൽ കോഡ് ഈസ് പ്രിയംപ്റ്റബിൾ. കേർണൽ കോഡിൻ്റെ കേസ് വരുമ്പോൾ അത് പ്രിയംപ്റ്റബിൾ ആണ്. അതിനകത്ത് വർക്ക് ക്യൂവും ടാസ്ക്ലെറ്റൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ യുവർ ഡ്രൈവേഴ്സ് കോഡ് ക്യാൻ ലോസ് ദ പ്രോസസർ അറ്റ് എനി ടൈം. നമ്മുടെ യൂസറിൻ്റെ ഡ്രൈവറിൻ്റെ കേസ് വരുമ്പോൾ പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മൾ കരുതിയ പോലെ ഡാറ്റ ആക്സസ് ചെയ്യാനോ പ്രോസസ്സറൊന്നും കിട്ടില്ല. ആൻഡ് ദ പ്രോസസ് ദാറ്റ് റീപ്ലേസ് ഇറ്റ് കുഡ് ഓൾസോ ബി റണ്ണിങ് ഇൻ യുവർ ഡ്രൈവർ. നമ്മുടെ ഡ്രൈവറിൽ റൺ ചെയ്യുന്ന പ്രോസസ്സ് ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, റീപ്ലേസ് ചെയ്തൊക്കെ പോയിട്ടുണ്ടാവും. കാരണം കൺകറൻ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ. ഡിവൈസ് ഇൻറ്ററപ്റ്റ്സ് ആർ അസിൻക്രണസ് ഇവൻറ്റ്സ് ദാറ്റ് ക്യാൻ കോസ് കൺകറൻറ്റ് എക്സിക്യൂഷൻ ഓഫ് യുവർ കോഡ്. നമ്മൾ ഈ കൺകറൻറ്റ് എക്സിക്യൂഷൻ ചെയ്യുമ്പോൾ ഡിവൈസ് ഇൻറ്ററപ്റ്റ്സ് പോലത്തെ ഇഷ്യൂസ്, അതേപോലെ അസിൻക്രണസ് ഇവൻറ്റ്സ്, അതായത് ഡിവൈസ് ഇൻറ്ററപ്റ്റ്സ് തന്നെ, അതായത് നമ്മൾ പ്രതീക്ഷിക്കാത്ത എന്തോ ഒരു ഔട്ട്പുട്ട് വരും. അതാണ് ഇതിൻ്റെ മെയിൻ പ്രോബ്ലം. ദ കേർണൽ ഓൾസോ പ്രൊവൈഡ് വേരിയസ് മെക്കാനിസം ഫോർ ഡിലേഡ് കോഡ് എക്സിക്യൂഷൻ. കേർണലിൻ്റെ കേസ് വരുമ്പോൾ അത് ഒരുപാട് മെക്കാനിസംസ് അവിടെ യൂസ് ചെയ്യുന്നുണ്ട് ഇത്തരം ഡിലേ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് കൺകറൻ്റ് ആയിട്ട് ചെയ്യാതെ എന്തെങ്കിലും സൊല്യൂഷൻ അവിടെ കാണണമല്ലോ. അപ്പം എന്ത് ചെയ്യും, കോഡ് ഒന്ന് ഡിലേ ആക്കി കൊടുക്കും. അങ്ങനെ ആകുമ്പോൾ വൺ ആഫ്റ്റർ അനദർ എന്നുള്ള ഒരു ഇതിലേക്ക് വരും. പക്ഷേ യൂസർക്ക് ഫീൽ ചെയ്യുക എന്താണ്, കൺകറൻറ്റ് എക്സിക്യൂഷൻ തന്നെയാണ് നടക്കുന്നത്. കാരണം യൂസർക്ക് പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ കൺകറൻസി കൊണ്ടുവരുന്നത്. സോ ഇവിടെ എന്ത് ചെയ്യും, കേർണലിൻ്റെ കേസ് വരുമ്പോൾ വർക്ക് ക്യൂസ്, ടാസ്ക്ലെറ്റ്സ്, ടൈമേഴ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഓരോ ടൈം ഒന്ന് മറ്റൊന്നിന് റിലേറ്റ് ചെയ്യാത്ത രീതിയിൽ പ്രോസസ്സിങ് നടത്തി കൊടുക്കും. വിച്ച് ക്യാൻ കോസ് യുവർ കോഡ് ടു റൺ അറ്റ് എനി ടൈം ഇൻ വേ ആൻഡ് റിലേറ്റഡ് ടു വാട്ട് ദ കറൻറ്റ് പ്രോസസ് ഡൂയിങ്. കറൻറ്റ് പ്രോസസ്സ് എന്താണ് ചെയ്യുന്നത് എന്നുള്ളതിന് റിലേറ്റ് ചെയ്യാത്ത രീതിയിൽ എന്ത് ചെയ്യും, ഏത് കോഡാണോ നമുക്ക് ആക്സസ് ചെയ്യേണ്ടത് അത് ആക്സസ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി കേർണൽ ചെയ്യും. ഇൻ ദ മോഡേൺ ഹോട്ട് പ്ലഗ്ഡ് വേൾഡ് ദ ഡിവൈസ് കുഡ് സിംപ്ലി ഡിസപ്പിയർ വൈൽ യു ആർ ഇൻ ദ മിഡിൽ ഓഫ് വർക്കിംഗ് വിത്ത്. അതായത് നമ്മൾ എന്തെങ്കിലും പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ പെട്ടെന്ന് ആ ഡാറ്റ ഡിസപ്പിയർ ചെയ്ത് പോകാമെന്നൊക്കെ പ്രശ്നങ്ങൾ കേട്ടിട്ടില്ലേ. അതെങ്ങനെയാണ് വരുന്നത്, മൾട്ടിപ്പിൾ യൂസേഴ്സ് സെയിം സിസ്റ്റം യൂസ് ചെയ്യുമ്പോഴാണ് ഇത്തരം കൺകറൻസി ഇഷ്യൂ അല്ലെങ്കിൽ കൺകറൻസി മെക്കാനിസമാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഒരേ ടൈമിൽ ഒരുപാട് ആൾക്കാർ ഡാറ്റ പാസ് ചെയ്യാണ്. പക്ഷേ ആ സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഡാറ്റ ഡിസപ്പിയർ ചെയ്യുന്നതുകൊണ്ടാണ് അപ്പുറത്ത് ആൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, അവിടെ പോയിട്ട് എഡിഷൻ ചെയ്തിട്ടുണ്ടാവും. മനഃപൂർവ്വമല്ല, അവരുടെ വർക്ക് ചെയ്യുന്നു, നമ്മൾ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ കൺകറൻസി കൊണ്ട് ഉണ്ടാകുന്ന പ്രോബ്ലം ആണ് ഇത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പ്ലിസിറ്റ്ലി അൽഗോരിതം വെച്ചിട്ടൊക്കെ അത് സോൾവ് ചെയ്യണം. നമ്മളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മുന്നേ മൊഡ്യൂളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ യുണിക്സിൻ്റെ കേസ് ഒരു കേസ് സ്റ്റഡി ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ നമ്മളത് ഡിസ്കസ് ചെയ്യുന്നത്. റേസ് കണ്ടീഷൻസ് കം അബൌട്ട് ആസ് എ റിസൾട്ട് ഓഫ് ഷെയർഡ് ആക്സസ് ഓഫ് റിസോഴ്സസ്. ഈ റേസ് കണ്ടീഷൻ വരുന്ന എപ്പോഴാണ് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഈ റിസോഴ്സസുകളെ ഷെയർഡ് ചെയ്തിട്ട് ആക്സസ് ചെയ്യുന്ന കാര്യങ്ങൾ വരുമ്പോഴാണ് പൊതുവെ റേസ് കണ്ടീഷൻ ഇഷ്യൂ വരുന്നത്. വെൻ ടു ത്രെഡ്സ് ഓഫ് എക്സിക്യൂഷൻ ഹാവ് എ റീസൺ ടു വർക്ക് വിത്ത് ദ സെയിം ഡാറ്റ സ്ട്രക്ചർ. എന്ത് ചെയ്ത് രണ്ടോ അതിൽ കൂടുതലോ ത്രെഡ്സ് എന്ത് ചെയ്യണം, സെയിം ഡാറ്റ സ്ട്രക്ചർ ഷെയർ ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യാണ്. ദ പൊട്ടൻഷ്യൽ ഫോർ മിക്സപ്സ് ഓൾവേസ് എക്സിസ്റ്റ്. അത് തമ്മിലുള്ള ഒരു മിക്സപ്പിൻ്റെ പ്രോബ്ലംസ് അവിടെ സാധ്യത കൂടുതലാണ്. സോ ദ ഫസ്റ്റ് റൂൾ ടു കീപ് ഇൻ മൈൻഡ് ആസ് യു ഡിസൈൻ യുവർ driver is to avoid shared resources whenever possible.
നമുക്ക് അവിടെ പിന്നെ ഒരു സൊല്യൂഷൻ ഉള്ളതെന്ന് വെച്ചാൽ ഷെയർഡ് റിസോഴ്സസ് വരുന്ന ആ ഒരു സാധ്യതയെ മാക്സിമം അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഗ്ലോബൽ വേരിയബിൾസ് അതിനുള്ള ഒരു വലിയ സാധ്യതയാണ്. അപ്പോൾ നമുക്കത് എന്ത് ചെയ്യണം, എല്ലാം അതങ്ങ് അവോയ്ഡ് ചെയ്യണം. ഇഫ് ദർ ഇസ് നോ കൺകറൻറ്റ് ആക്സസ് ദർ ക്യാൻ ബി നോ റേസ് കണ്ടീഷൻസ്. കൺകറൻറ്റ് ആക്സസ് വരുമ്പോഴാണല്ലോ അവിടെ റേസ് കണ്ടീഷൻ വരുന്നത്. പക്ഷേ കൺകറൻറ്റ് മെക്കാനിസം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെക്നിക്ക് ആയതുകൊണ്ട് നമുക്കത് അപ്ലൈ ചെയ്യുകയും വേണം. അതാണ് ഇതിൻ്റെ പ്രശ്നം. കാരണം സിസ്റ്റം മൊത്തത്തിൽ സ്ലോ ഡൗൺ ആകാനും പാടില്ല. അപ്പോൾ കൺകറൻറ്റ് മെക്കാനിസം കൊണ്ടുവരാൻ വേണം, പക്ഷേ റേസ് കണ്ടീഷൻ ഉണ്ടാവാനും പാടില്ല. ആ രീതിയിൽ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം എന്നുള്ളിടത്താണ് നമ്മുടെ പോയിന്റ് കിടക്കുന്നത്. സോ കെയർഫുള്ളി റിട്ടൺ കേർണൽ കോഡ് ഷുഡ് ഹാവ് മിനിമം ഓഫ് ഷെയറിങ്. അപ്പോൾ നമ്മൾ നോട്ട് ചെയ്യേണ്ടത് എന്താണ്, മിനിമം ഓഫ് ഷെയറിങ് കൊണ്ടുവന്നുകൊണ്ട് എങ്ങനെ അത് സോൾവ് ചെയ്യാം. ദ മോസ്റ്റ് ഒബ്വിയസ് ആപ്ലിക്കേഷൻ ഓഫ് ദിസ് ഐഡിയ ഈസ് ടു അവോയ്ഡ് ദ യൂസ് ഓഫ് ഗ്ലോബൽ വേരിയബിൾസ്. അപ്പോൾ നമുക്കുള്ളൊരു സൊല്യൂഷൻ ഗ്ലോബൽ വേരിയബിൾസ് ഇങ്ങോട്ട് ഒഴിവാക്കുക എന്നുള്ളതാണ്. അതായത് മാക്സിമം ഒഴിവാക്കുക. പക്ഷേ റീസൺ, വ്യക്തമായ റീസൺ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ കൊടുക്കേണ്ടി വരും. ഇഫ് യു പുട്ട് എ റിസോഴ്സ് ഇൻ എ പ്ലേസ് വെർ മോർ ദാൻ വൺ ത്രെഡ് ഓഫ് എക്സിക്യൂഷൻ ക്യാൻ ഫൈൻഡ് ഇറ്റ് ദർ ഷുഡ് ബി എ സ്ട്രോങ് റീസൺ ഫോർ ഡൂയിങ് ദിസ്. പക്ഷേ നമുക്ക് ചില കേസുകളിൽ മസ്റ്റായിട്ടും ഗ്ലോബൽ വേരിയബിൾസ് ആഡ് ചെയ്യേണ്ട കേസുകൾ വന്നു കഴിഞ്ഞാൽ അത്രയും സ്ട്രോങ് ആയ റീസൺ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മളത് പുട്ട് ചെയ്യേണ്ടി വരും, അത് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ കേസുകളിൽ നമുക്കത് ചെയ്യുകയും ചെയ്യാം കേട്ടോ. The fact of the matter is, however, that such sharing is often required. നമുക്കറിയാം ഷെയറിങ് റിസോഴ്സസ് ഇല്ലാതെ അല്ലെങ്കിൽ റിസോഴ്സസ് ഷെയർ ചെയ്യാതെ നമുക്ക് ഇത്തരം ഒരു മൾട്ടിപ്പിൾ പ്രോസസ്സിംഗ് സിസ്റ്റത്തിനകത്തൊന്നും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയും കോംപ്ലിക്കേഷൻ ആയിപ്പോവും. ഹാർഡ്വെയർ റിസോഴ്സസ് ആർ ദെയർ നാച്ചുർ ഷെയർഡ് ആൻഡ് സോഫ്റ്റ്വെയർ റിസോഴ്സസ് ഓൾസോ ഓഫൺ ബി അവൈലബിൾ മോർ ദാൻ വൺ ത്രെഡ്. ഹാർഡ്വെയർ റിസോഴ്സസ് എടുത്തു കഴിഞ്ഞാലും സോഫ്റ്റ്വെയർ റിസോഴ്സ് എടുത്തു കഴിഞ്ഞാലൊക്കെ അത് കുറച്ച് ഷെയർഡ് ആയിട്ട് തന്നെയാണ് അതൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതാണ് ബെസ്റ്റ് ഓപ്ഷൻ. Bear in mind as well that global variables are from the only way to share data. നമ്മൾ ഈ ഗ്ലോബൽ വേരിയബിൾസ് എന്നുള്ള മെത്തേഡ് മാത്രം ഒന്ന് മാറ്റി പിടിച്ചാൽ മതി. നമുക്ക് ഷെയർ ചെയ്യാതെ ഒന്നും പോസിബിൾ അല്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ഹാർഡ്വെയർ റിസോഴ്സസ് ആയാലും ശരി, സോഫ്റ്റ്വെയർ റിസോഴ്സ് ആയാലും ശരി, അതൊക്കെ ബേസിക്കലി ഷെയർഡ് ആയിട്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഒരു സിസ്റ്റത്തിൻ്റെ അതിൻ്റെ ഏറ്റവും എഫിഷ്യൻ്റ് ആയ രീതിയിലൊക്കെ കൊണ്ടുപോകുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ അത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ഗ്ലോബൽ വേരിയബിൾസ് എന്ത് ചെയ്യാൻ പറ്റുക, ജസ്റ്റ് ഒന്ന് ഒഴിവാക്കിയിട്ട് പകരം ഒന്ന് ആഫ്റ്റർ അനദർ എന്നുള്ള രീതിയിൽ പോയിന്റർ പാസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ലിങ്ക് ലിസ്റ്റിൽ കൊടുക്കുന്ന പോലെ പോയിന്റർ പാസ് ചെയ്ത് കൊണ്ടൊരു പരിധി വരെ നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. എനി ടൈം യുവർ കോഡ് പാസസ് എ പോയിന്റ് ടു സം അതർ പാർട്ട് ഓഫ് ദ കേർണൽ, വേറൊരു പാർട്ടിലേക്ക് എന്ത് ചെയ്ത് കൊടുക്കുക, പോയിന്റ് ചെയ്ത് കൊടുക്കുക. ഇറ്റ് ഈസ് പൊട്ടൻഷ്യലി ക്രിയേറ്റിംഗ് എ ന്യൂ ഷെയറിംഗ് സിറ്റുവേഷൻ. അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്കൊരു ഷെയറിംഗ് സിറ്റുവേഷൻ തന്നെ കൊണ്ടുവരാൻ പറ്റും. ഷെയറിംഗ് ഈസ് ഫാക്ട് ഓഫ് ലൈഫ്. ഷെയറിംഗ് ഇല്ലാതെ പോസിബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെയുള്ള മെത്തേഡുകളിലേക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റും, വേറെ ടെക്നിക്കുകൾ യൂസ് ചെയ്യാൻ പറ്റും. Here is the hard rule of resource sharing. Anytime that hardware or software resource is shared beyond a single thread of execution and the possibility exists that one thread could encounter inconsistent view of that resource. അതായത് ഇതിനകത്ത് വരുന്ന ഒരു ഹാർഡ് റൂൾ അല്ലെങ്കിൽ ഒരു ഹാർഡ് സിറ്റുവേഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ റിസോഴ്സ് ഷെയറിങ് നടത്തുമ്പോൾ പലപ്പോഴും പല ഡാറ്റയും ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ട് മാറുകയാണ്. അതായത് ചില ത്രെഡ് അല്ലെങ്കിൽ ചില ഡാറ്റ അല്ലെങ്കിൽ ചില കോഡ് അതൊക്കെ ഇൻകൺസിസ്റ്റൻ്റ് ആയി മാറുക എന്ന് പറഞ്ഞാൽ പിന്നെ അതിനൊരു വാല്യൂ ഇല്ലാതായി മാറുകയാണ്. അതാണ് ഇതിനകത്ത് നടക്കുന്ന വലിയൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ. സോ യു മസ്റ്റ് എക്സ്പ്ലിസിറ്റ്ലി മാനേജ് ആക്സസ് ടു ദാറ്റ് റിസോഴ്സസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പ്ലിസിറ്റ്ലി അത് മാനേജ് ചെയ്ത് കൊടുക്കാം. എന്തായാലും അങ്ങനെ ഒരു ഇഷ്യൂ വരും, ഇൻകൺസിസ്റ്റൻസി ഇഷ്യൂ വരുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പ്ലിസിറ്റ്ലി അത് മാനേജ് ചെയ്ത് കൊടുക്കുക. ഇൻ ദിസ് കാൾ എക്സാമ്പിൾ അബവ് പ്രോസസ് ബി വ്യൂ ഓഫ് സിറ്റുവേഷൻ ഈസ് ഇൻകൺസിസ്റ്റൻറ്റ്. ഇപ്പോൾ ഇവിടെ ബി ആയിരിക്കും ഇൻകൺസിസ്റ്റൻ്റ് ആവുക, കാരണം നമ്മൾ ബി അവിടെ സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ എ വരുമ്പോൾ എ അത് ഓവർ റേറ്റ് ചെയ്ത് വരികയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ബി അവിടെ ഇൻകൺസിസ്റ്റൻ്റ് ആയില്ലേ, ബി എന്നൊരു സാധനം പിന്നെ അവിടെ എക്സിസ്റ്റ് ആവുന്നില്ല, അത് റീപ്ലേസ് ആയി പോവാണ്. അത്തരം ഇഷ്യൂസ് നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി സോൾവ് ചെയ്ത് കൊടുക്കണം എന്നാണ് പറയുന്നത്. Unaware that process A has already allocated memory for the shared device, it perform its own allocation and overwrite A's work. അപ്പോൾ ബി വരുമ്പോൾ എന്ത് ചെയ്യും, എൻ്റെ വർക്ക് ഓവർറൈറ്റ് ചെയ്യും. അതല്ല പിന്നെ എ ആണ് വരുന്നെങ്കിൽ അത് ബീൻ്റെ വർക്ക്. അങ്ങനെ നെക്സ്റ്റ് വരുന്ന ആൾ അതിൻ്റെ മുന്നത്തെ ആൾ ഓവർറൈറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ പിന്നെ ആ ഡാറ്റയ്ക്ക് കൺസിസ്റ്റൻസി ഇല്ലല്ലോ. അതാണ് ഇവിടെ വരുന്ന പ്രശ്നം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പ്ലിസിറ്റ്ലി അത് മാനേജ് ചെയ്ത് കൊടുക്കണം. ഇൻ ദിസ് കേസ് വി മസ്റ്റ് കൺട്രോൾ ആക്സസ് ടു ദ സ്കൾ ഡാറ്റ സ്ട്രക്ചർ. We need to arrange things so that code either sees memory that has been allocated or knows that no memory has been or will be allocated for anybody else. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത്തരം കേസുകൾ വരുമ്പോൾ നമ്മൾ അവിടെ ഒരു കൺട്രോൾ ആക്സസ് മെക്കാനിസം കൂടെ അങ്ങോട്ട് കൊണ്ടുവരണം. അതായത് ഒന്നെങ്കിൽ ഒരു പ്രാവശ്യം ഒരാൾക്ക് അലോക്കേറ്റ് ചെയ്ത് മെമ്മറി വേറൊരാൾക്ക് അവൈലബിൾ ആക്കി കൊടുക്കാൻ പാടില്ല, അത് ലോക്ക് ചെയ്തിടണം. അതല്ലെങ്കിൽ ഇത് അലോക്കേറ്റഡ് ആണ് എന്നുള്ള മെസ്സേജ് പാസ് ചെയ്യുന്നുള്ള രീതിയിൽ, അതായത് ആ മെമ്മറി പിന്നെ വേറൊരാൾക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എങ്ങനെ സൊല്യൂഷൻ കാണാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അവിടെ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ, അതായത് ആക്സസ് മാനേജ്മെൻറ്റിൻ്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ലോക്കിംഗ് ഓർ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ. ഇതൊക്കെ നമ്മൾ ആ സെക്കൻഡ് മൊഡ്യൂൾ പഠിച്ചിട്ടുണ്ട്, മ്യൂച്വൽ എക്സ്ക്ലൂഷനും ലോക്കിംഗ് ഒക്കെ. ആ മെക്കാനിസംസ് യൂസ് ചെയ്തുകൊണ്ട് യുണിക്സ് സിസ്റ്റത്തിനകത്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരം റേസ് കണ്ടീഷൻ ഇഷ്യൂസ് ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റും. മേക്കിംഗ് ഷുവർ ദാറ്റ് making sure that only one thread of execution can manipulate shared resource at any time. ഒരു ടൈം എടുത്ത് നോക്കുമ്പോൾ
ഇതൊക്കെ മാത്രം മാനിപ്പുലേഷൻ പോസിബിൾ ആക്കും. മച്ച് ഓഫ് ദ റെസ്റ്റ് ഓഫ് ദിസ് ചാപ്റ്റർ വിൽ ബി ഡിവോട്ടഡ് ടു ലോക്കിംഗ്. ബാക്കിയുള്ള ഏരിയ ഒക്കെ എന്ത് ചെയ്യും, ലോക്കിംഗ് ആക്കി സെറ്റ് ചെയ്ത് വെക്കും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളുടെ യൂണിക്സ് സിസ്റ്റത്തിനകത്ത് കൺകറൻസി പ്രോബ്ലംസും ഇഷ്യൂസൊക്കെ സോൾവ് ചെയ്തുകൊണ്ട് മാനേജ് ചെയ്യുന്നു പോകുന്നത്. അതായത് ഇങ്ങനെ ഇഷ്യൂസ് മസ്റ്റായിട്ടും വരും നമ്മൾ മൾട്ടിപ്പിൾ പ്രോസസ്സിംഗ് ഒക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി അത് ടെക്നിക്കുകൾ യൂസ് ചെയ്തുകൊണ്ട്, ലോക്കിങ്ങും മ്യൂച്വൽ എക്സ്ക്ലൂഷനൊക്കെ യൂസ് ചെയ്തുകൊണ്ട് സോൾവ് ചെയ്യേണ്ടതുണ്ട്. ഇത്രയാണ് നമ്മളുടെ യൂണിക്സ് കൺകറൻസി ആൻഡ് ഇറ്റ്സ് മാനേജ്മെൻറ്റിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും നോട്ട്സൊക്കെ എഴുതിയെടുക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.